സഭയ്ക്ക് എല്ലാ കാലത്തും അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ സഭയ്ക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ട്. RSS സംഘപരിവാർ ബന്ധം ബോധപൂർവം ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നതൊക്കെ സാധാരണ വിശ്വാസികളല്ല, അങ്ങ് മുകളിലുള്ളവരാണ്. ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഈ സഭയ്ക്ക്, കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക്, പ്രധാനമായിട്ടും സീറോ മലബാർ സഭയ്ക്ക് ഈ ധാർമ്മിക ശക്തിക്ക് അപജയം സംഭവിച്ചോ എന്ന് സംശയിക്കുന്ന നിരവധി കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഇവിടേക്ക് ഉള്ളിൽ ഇരിപ്പ്. അപ്പോഴാണ് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞതുപോലെ ധൃതരാഷ്ട്ര ആലിംഗനമാണിത്. ഈ പാവം സിസ്റ്റേഴ്സിനെ ജയിലിലടച്ചിട്ട് ആ പ്രദേശത്തുള്ള MP കമാന്നൊരക്ഷരം വേണ്ടി അത് എവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടും. ഈ പൊതുസമൂഹത്തിൽ ഈ BJP ഇവർക്ക് എന്ത് സഹായമാണ് നമുക്ക് ചെയ്തത്? ഈ രാജ്യം അനുവദിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും നൽകേണ്ടതല്ലേ? പ്രഥമ ലക്ഷ്യം കേരളത്തിലെ ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അതിനെ ക്രിസ്ത്യാനികളെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കും. കേരളത്തിലെ കത്തോലിക്ക സഭ ഇങ്ങനെയൊരു അധപതനത്തിലേക്ക് പോയിരുന്നില്ല. കാരണം ഇവിടുത്തെ പിതാക്കന്മാർ വളരെ കാര്യക്ഷമമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. കാസ് എങ്ങനെയാണ് വളർന്നത്? ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ നിങ്ങളെ വിഴുങ്ങിക്കളയും, ഇവരെ പേടിക്കണം, ഇവർ നിങ്ങളുടെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകും, അവർ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മുഴുവൻ കൊണ്ടുപോകും, ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചിന്താധാരയുടെ പല പ്രതികരണങ്ങളാണ് നമ്മുടെ ഇപ്പോൾ പല സ്ഥലത്തും കാണുന്നത്. അതാണ് ഈ പറഞ്ഞ ഛത്തീസ്ഗഡിൽ കാണുന്നത്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തും ആരോപിച്ച് 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായിരിക്കുന്നു. അവർ റിമാൻഡിൽ കഴിയുകയാണ്. അവരുടെ ജാമ്യവും നിഷേധിച്ചു കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ ദ ക്യൂവിനൊപ്പം ചേരുന്നത് ഫാദർ അജി പുതിയവർബിലാണ്. സ്വാഗതം. താങ്ക് യു. ഛത്തീസ്ഗഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CBCIയുടെ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിൽ പറഞ്ഞത് രാജ്യത്തെ ക്രൈസ്തവർ ഭീതിയിലാണ് കഴിയുന്നത്, ഭയത്തിൽ കഴിയുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ RSSലേക്കും BJPയിലേക്കും അതിനോട് ചേർന്ന് നിൽക്കാൻ ക്രൈസ്തവ സമൂഹം തയ്യാറാകുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ ഇത്. എങ്ങനെയാണ് അവർക്കത് സാധിക്കുന്നത്? ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവരൊരിക്കലും RSSന്റെ പ്രത്യയശാസ്ത്രവുമായിട്ട് ചേരുന്നവരോ വിചാരധാരയുടെ ചിന്തകളോട് സമരസപ്പെടുന്നവരോ അല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് സാമാന്യം രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഉള്ളവരാണ്. പക്ഷേ ഈ പല രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു RSS സംഘപരിവാർ ബന്ധം ബോധപൂർവം ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നതൊക്കെ സാധാരണ വിശ്വാസികളല്ല, അങ്ങ് മുകളിലുള്ളവരാണ്, മേൽത്തട്ടിലുള്ളവരാണ്. ഇവിടുത്തെ സാധാരണക്കാർ ഒരിക്കലും സംഘപരിവാർ ആശയങ്ങളോട് സമരസപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വാസികൾ. പക്ഷേ ഒരു ന്യൂനപക്ഷമുണ്ട്, അതിൽ അവരെ ബോധപൂർവം വളർത്തിയെടുത്താണ്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സഭയ്ക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ വന്നു. ചിലരൊക്കെ ചില പ്രധാനപ്പെട്ട കേസുകളിൽ പെട്ടു. അതുപോലെ തന്നെ ചില ധാർമ്മികമായ ശക്തി കുറഞ്ഞു. നേതൃത്വത്തിൽ പലപ്പോഴും ധാർമ്മികമായ ശക്തിക്ക് അപജയം സംഭവിച്ചു. ധാർമ്മിക ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. ഏതൊരു നേതാവിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ ശക്തി ധാർമ്മിക ശക്തിയാണ്. ഈ ധാർമ്മിക ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോടും നേരെ നിന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിക്ക് ബ്രിട്ടനോട് അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തോട് നേർക്ക് നിന്ന് സംസാരിക്കാൻ സാധിച്ചത്. കാരണം സത്യം എന്ന് പറയുന്ന ആ ധാർമ്മിക ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഈ സഭയ്ക്ക്, കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക്, പ്രധാനമായിട്ടും സീറോ മലബാർ സഭയ്ക്ക് ഈ ധാർമ്മിക ശക്തിക്ക് അപജയം സംഭവിച്ചോ എന്ന് സംശയിക്കുന്ന നിരവധി കാര്യങ്ങൾ നടന്നു. ഒന്ന് ലാൻഡ് സ്കാം നടന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ബിഷപ്പിനെതിരെ ലൈംഗിക ആരോപണം വന്നു. മറ്റ് അനവധി അതുപോലെ കാര്യങ്ങൾ. അപ്പോഴൊക്കെ സഭ ആരുടെ കൂടെയായിരുന്നു? സഭാ നേതൃത്വം ആരുടെ കൂടെയായിരുന്നു? ഈ ലൈംഗിക ആരോപണത്തിൽപ്പെട്ട ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സഭയുടെ ഔദ്യോഗിക വിഭാഗം പലപ്പോഴും നിലകൊണ്ടത്. അതുപോലെ തന്നെ ലാൻഡ് സ്കാമിന്റെ കാര്യത്തിൽ ആരുടെ കൂടെ നിന്ന്? അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ധാർമ്മിക അപജയം സംഭവിക്കുമ്പോൾ, നമ്മുടെ ധാർമ്മിക ശക്തി ചോരുമ്പോൾ നമുക്ക് താങ്ങ് വേണം, തണൽ വേണം. ഈ താങ്ങും തണലും കൊടുക്കാൻ ഏറ്റവും കഴിവുള്ളവരാരാ? ഭരിക്കുന്ന വിഭാഗമാണ്. ഈ ഭരിക്കുന്ന വിഭാഗം ഇപ്പോൾ BJP ആണ്. ആ BJPയുടെ ഫിലോസോഫിക്കൽ സപ്പോർട്ട് ആരാണ്? RSS ആണ്, അല്ലെങ്കിൽ സംഘപരിവാറാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കേണ്ടത് നേതൃത്വത്തിൻ്റെ ആവശ്യമാണ്.
നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്റ്റാൻ സ്വാമിയുടെ മരണം വേദനിപ്പിക്കാത്ത മലയാളികളില്ല, മനുഷ്യസ്നേഹികളില്ല. അദ്ദേഹം ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? ഈ ക്രിസ്തു പറഞ്ഞ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ് സ്റ്റാൻ സ്വാമി. ദളിതർ, ആദിവാസികൾ, ഈ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ സ്റ്റാൻ സ്വാമിയെ അദ്ദേഹം ഭരണകൂടം കൊല്ലുകയാണ് ചെയ്തത്. ഓർഗനൈസേഷൻ മർഡറാണ്. അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുത്തില്ല. പാർക്കിൻസൺസ് അസുഖമുള്ള കൈവറയിലുള്ള ഈ മനുഷ്യന് ഒരു എന്താ പറയുന്ന ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുക്കാത്ത ഭരണകൂടം, വെള്ളം കുടിക്കുന്നതിന് സ്ട്രോ ചോദിച്ചിട്ട് കൊടുക്കാത്ത ഭരണകൂടം അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷമുള്ള ആഴ്ച അന്ന് ഇവിടുത്തെ സഭാതലവനായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സുരക്ഷിതരാണ്, ഇവിടെ BJP ഭരണത്തിൽ സുരക്ഷിതരാണ് എന്നാണ് പറഞ്ഞത്. അത് വലിയൊരു അപജയമാണ്. പക്ഷെ അത് ഇവിടുത്തെ വിശ്വാസികളുടെ മുഴുവൻ അഭിപ്രായമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ CBC പ്രസിഡന്റ് അദ്ദേഹം മാർ ആൻഡ്രൂസ് താഴത്ത്, അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന പോലും ഒരു ദുർബലമായ പ്രസ്താവനയായിരുന്നു. ഛത്തീസ്ഗഡില് 2 സിസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ ബിഷപ്സ് ഹൗസിൽ നിന്ന് വലിയ ദൂരമില്ല ഈ എളവൂരിലേക്ക്, ഈ പറയുന്ന അങ്കമാലിയിലേക്ക് വലിയ ദൂരമില്ല. അപ്പൊ ആ സിസ്റ്ററിനെയൊക്കെ നേരിട്ട്, ആ വീടൊക്കെ നേരിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കണം. അദ്ദേഹം ഈ സിസ്റ്ററിന്റെ വീട് സന്ദർശിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞത്, BJPയെ പറ്റി ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. അതാണ് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പ്രസ്താവന. BJPയെ പറ്റി ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, അവർ ഞങ്ങൾക്ക് ധാരാളം സഹായം ചെയ്തിട്ടുണ്ട്. എന്ത് സഹായമാണ് ചെയ്തതെന്ന് വെളിപ്പെടുത്തണം. ഈ പൊതുസമൂഹത്തിൽ ഈ BJP ഇവർക്ക് എന്ത് സഹായമാണ് നമുക്ക് ചെയ്തത്? ഈ രാജ്യം അനുവദിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും നൽകേണ്ടതല്ലേ? അപ്പം എന്ത് സഹായമാണ്? എന്തു ആവട്ടെ, ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. ഈ ഒരു സന്നിഗ്ധ, അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ മുഴുവൻ നിൽക്കുന്ന ഈ സമയത്തും CBC പ്രസിഡന്റാണ് അദ്ദേഹം. ഒരു രൂപതയുടെ അധ്യക്ഷൻ മാത്രമല്ല, ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായ അദ്ദേഹം വളരെ ദുർബലമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. BJPയുടെ പേര് അദ്ദേഹം ഇതാ പറഞ്ഞു, BJP ഞാൻ കുറ്റം പറയില്ല. ഇപ്പൊ ബജ്രംഗ് ദൾ ആണ് അവിടെ ആ സിസ്റ്റേഴ്സിനെ, അല്ലെങ്കിൽ ആ ഒരു ക്രൗഡ് വന്ന് ആക്രമിച്ചത്, ചോദ്യം ചെയ്തത്. ഇതൊക്കെ വീഡിയോയിൽ നമുക്ക് കാണാവുന്നതല്ലേ? അവിടുത്തെ പ്രാദേശിക ബജ്രംഗ് ദൾ ഇതിന്റെ നേതാവല്ലേ ഒന്ന് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ ആ ബജ്രംഗ് ദൾ എന്നുള്ള പേര് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം വളരെ ദുർബലമായൊരു പ്രസ്താവനയാണ് നടത്തിയത്. പക്ഷെ ഇപ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ ചില മെത്രാന്മാർ വളരെ ശക്തമായ പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വന്നു. ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചൊരു നല്ല പ്രസ്താവന പാലക്കാട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കലിൻ്റെയാണ്. അദ്ദേഹം പറഞ്ഞു, ധൃതരാഷ്ട്ര ആലിംഗനമാണ് നടത്തുന്നത്, അവരെ നിങ്ങൾ തിരിച്ചറിയണം. കേക്കുമായിട്ടും മാതാവിന് കിരീടവുമായിട്ട് ആളുകൾ വരും. എനിക്ക് വളരെ അഭിമാനം തോന്നി. ഞാൻ സാധാരണഗതിയിൽ ഞാൻ ഇന്നലെ തന്നെ സാധാരണഗതിയിൽ അധികം ഇതൊന്നും ശ്രദ്ധിക്കാത്തതാണ്. ഈ അടുത്ത കാലത്ത് ബിഷപ്പുമാർ ഇങ്ങനെയൊന്നും പറഞ്ഞ് എനിക്ക് കേട്ടിട്ടില്ല. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ധൃതരാഷ്ട്ര ആലിംഗനമാണിത്, കേക്കുമായിട്ട് വരും, അതുപോലെ തന്നെ കിരീടമായിട്ട് വരും, നിങ്ങൾ ഇത് ധൃതരാഷ്ട്രരുടെ ആലിംഗനമാണ് എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ പിതാക്കന്മാർ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇന്ന് തിരുവനന്തപുരത്ത് KCBC അധ്യക്ഷൻ ക്ലിമീസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ അവിടെ എല്ലാവരും ഒരുമിച്ച് തെരുവിലിറങ്ങുന്നുണ്ട് പല സ്ഥലത്തും. അതുപോലെ തന്നെ പല സ്ഥലത്തും ആർച്ച് ബിഷപ്പ് പാംബ്ലാനി അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വളരെ ബാലിശമായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞത്, റബ്ബർ വില 300 രൂപയാക്കിയാൽ ഞങ്ങളൊരു MBA തരം. തികച്ചും ബാലിശമായ ഒരു പ്രസ്താവനയാണ്. ശരിക്കും അത് ക്രിസ്ത്യാനികളെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ്. 300 രൂപയ്ക്ക് വേണ്ടി തങ്ങളുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ അടിയറ വെക്കാൻ മാത്രം ബലമേ ഈ ക്രിസ്ത്യാനികളുടെ നട്ടലിനുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. പക്ഷെ അദ്ദേഹം ഒരു വളരെ ബുദ്ധിമാനായ ഒരു പരിണതപ്രജ്ഞനായ ഒരു ആർച്ച് ബിഷപ്പാണ്. ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ കാണുന്ന ആളാണ്. നല്ല ദക്ഷിണ ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ആൻഡ്രൂസ് താഴത്തിന്റെ പ്രസ്താവനയ്ക്ക് നേരെ വിപരീതമായി. ഞാൻ അതിലേക്ക് വരുന്നത്. അതിനുശേഷം അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിലും പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പിന്നീട് ഈ വഖഫ് ബില്ല് കഴിഞ്ഞിട്ട് വഖഫ് ബില്ലിൽ കേരള കത്തോലിക്ക സമിതിക്ക് അല്ലെങ്കിൽ KCBCക്ക് വലിയൊരു ആനമണ്ടത്തരം പറ്റി. അത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട്.
വഖഫ് ബില്ലിനെ പിന്തുണച്ചു എന്ന് മാത്രമല്ല, അത് പിന്തുണയ്ക്കണമെന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ KCBCക്ക് മനസ്സിലായി ഒരു ഹിമാലയൻ ബ്ലണ്ടറാണ്. ഈ ഡ്രാഫ്റ്റ് ഇവരാരും ശരിക്കും വായിച്ചു നോക്കിയിരുന്നില്ല. ഈ ഡ്രാഫ്റ്റിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ആർട്ടിക്കിൾ 25-നെയും ആർട്ടിക്കിൾ 14-നെയും ഒക്കെ ഖനിക്കുന്ന കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷെ അതിനുശേഷം പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി, അതുപോലെ തന്നെ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ചക്കാലക്കലും, അദ്ദേഹത്തിന്റെ അന്ന് പ്രസ്താവന കേരളം മുഴുവൻ ചർച്ച ചെയ്താണ്, സാത്താന്മാരോട് കൂട്ടുചേരരുത്. ആർച്ച് ബിഷപ്പ് പാംപ്ലാനി അന്ന് കൃത്യമായ ചില വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. അപ്പൊ ഇന്നലെ ഈ ദിവസങ്ങളിലൊക്കെ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി വളരെ ശക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹമാണ് കാസയെ ശക്തമായിട്ട് എതിർത്ത ആദ്യത്തെ ആർച്ച് ബിഷപ്പ്. കാസയുടെ നിലപാടുകൾ ക്രിസ്തുവിരുദ്ധമാണ് എന്ന് പരസ്യമായിട്ട് പറയുകയും ഇപ്പൊ കാസക്കാരുടെയും അനുയായികളുടെയും നിരന്തരമായ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാകുന്ന ഒരു ആർച്ച് ബിഷപ്പ് കൂടിയാണ് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി. കാസക്കാരുടെ ഒരു ശത്രുവായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. സഭയുടെ കാര്യം നമ്മൾ പറഞ്ഞു, സഭയിലുണ്ടായ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ ലാൻഡ് ഇഷ്യൂ പോലുള്ള പ്രശ്നങ്ങൾ വന്നു. അതുപോലെ തന്നെ ജലന്ധർ ബിഷപ്പിനെതിരായുള്ള ലൈംഗിക ആരോപണം വന്നു. അത് പിന്നെ കോടതി വിധിയിൽ അദ്ദേഹം വിമുക്തനായി പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് BJPക്കോ അങ്ങനെയുള്ള ശക്തികൾക്കോ ഈ സഭയ്ക്കുള്ളിലേക്ക് കടന്നു കയറാനുള്ളൊരു സൗകര്യമായി മാറിയിട്ടുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ അച്ഛന്? ഈ ധാർമ്മിക അപജയം എവിടെ സംഭവിച്ചാലും അവിടെ ഇങ്ങനെയുള്ള ആളുകൾക്ക് നുഴഞ്ഞു കയറാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. ഈ പോപ്പും സീസറും ഒന്നിക്കുന്നത് എപ്പോഴാണ്? എവിടെയാണോ പോപ്പിൻ്റെ ശക്തി കുറയുന്നത്, പോപ്പിൻ്റെ ധാർമ്മിക ശക്തി കുറയുമ്പോഴാണ് സീസറുമായിട്ടുള്ള ബന്ധം ആവശ്യമായി വരും. അധികാരത്തിൻ്റെ കൈകോർക്കലാണ് ഈ രാഷ്ട്രീയത്തിന്, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ അധികാരത്തിന് മതത്തിൻ്റെ സപ്പോർട്ട് എപ്പോഴാണ് ആവശ്യമായി വരുന്നത്? ഈ രാഷ്ട്രീയത്തിൻ്റെ അവരുടെ വാല്യൂസ് അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന നയപരിപാടികളുടെ ശക്തി കുറയുമ്പോഴും അവർക്ക് ചില പിന്നിലൂടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ളപ്പോഴും ഒക്കെയാണ് ഈ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കേണ്ടി വരുമ്പോഴാണ് മതത്തെ കൂട്ടുപിടിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ മതത്തെ കൂട്ടുപിടിക്കാൻ അവർ തയ്യാറാകുന്നത്. അപ്പം ഇത് രണ്ടുപേരും വാച്ച് ചെയ്യാം. അപ്പം ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന് ഓരോ മതത്തിൻ്റെ അകത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം, ഏതൊക്കെ കേസുകൾ അവർക്കെതിരെ ഉണ്ടെന്ന് അറിയാം, സാമ്പത്തികമായ ഇടപാടുകൾ സുതാര്യമാണ് അല്ലയോ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഏതെങ്കിലും കോളേജ് കോഴ മേടിക്കുന്നുണ്ടോ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിനൊക്കെയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിന്റെ സപ്പോർട്ട് നേടുക എന്നുള്ളത് എല്ലാ മതങ്ങളും എല്ലാ കാലത്തും ചെയ്ത കാര്യമാണ്. അത് ഇന്നത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ കേരളത്തിലെ കത്തോലിക്ക സഭ ഇങ്ങനെയൊരു അധപതനത്തിലേക്ക് പോയിരുന്നില്ല. കാരണം ഇവിടുത്തെ പിതാക്കന്മാർ വളരെ കാര്യക്ഷമമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള അധപതനം ഇതൊരു ഭീകരമായ അധപതനമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ ലത്തീൻ സഭയിലെ ഒരു ബിഷപ്പിനെതിരെ, കൊച്ചി രൂപതയിലെ ബിഷപ്പിനെതിരെ വളരെ കൃത്യമായ ഒരു ആരോപണം വന്നു. വിത്തിൻ 24 hours 24 മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തു. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തു, അദ്ദേഹത്തെ മാറ്റി. ഇവിടെ കേരളത്തിൽ വളരെ പ്രശ്നമുണ്ടായിരുന്നു. തെറ്റാർക്കും പറ്റാം, തെറ്റിൽ വീഴാൻ സാധ്യത ആർക്കും ഉണ്ട്. അപ്പം ആ തെറ്റിനെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് ധാർമ്മികതയുടെ പക്ഷത്ത് നിന്ന് നിലപാടെടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കൈകോർക്കലിൻ്റെ ആവശ്യമില്ല. കൈകോർക്കലിൻ്റെ ആവശ്യം വരുന്നത് ഇവിടെ അപജയം സംഭവിച്ചപ്പോഴാണ്. അപ്പം അതുകൊണ്ട് ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേരളത്തിൽ ഈ BJP ബാന്ധവത്തിന് ഇതുപോലെയുള്ള ധാർമ്മിക അധപതനത്തിൻ്റെ പിൻബലമുണ്ട്. ഇത് 1-2 കേസുകൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്, അത് വസ്തുതയാണ്. അതുകൊണ്ടാണ് BJP ഞൊഴഞ്ഞു കയറിയത്. ഇതൊരു ഘടകം, ഈ പറഞ്ഞ ചോദ്യത്തിന് ഒരു ഘടകം. മറ്റു പല ഘടകങ്ങളും ഉണ്ട്. ചില ഭീതികൾ ക്രൈസ്തവരിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ കുത്തിവെച്ചിട്ടുണ്ട്. ആ ഭീതികളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സംഘപരിവാർ അല്ലെങ്കിൽ BJP ഒക്കെ ഞൊഴിഞ്ഞു കയറിയത്.
ഇപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞു ഈ സഭയിലെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഈ RSS BJP അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്, അനുകൂല നിലപാടിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. സഭാ നേതൃത്വത്തിലുള്ള നല്ലൊരു ഭൂരിപക്ഷം ആളുകളും ആ ഒരു നിലപാടിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ഈ നിലപാട് സഭാ നേതൃത്വം സ്വീകരിക്കുമ്പോൾ അത് ഈ താഴേക്കിടയിലുള്ള ക്രൈസ്തവ സമൂഹത്തിലെ സഭാ സമൂഹത്തിനെ അത് ബാധിക്കില്ലേ? അങ്ങനെ ഒരു സ്വാധീനം ഇവരിലേക്ക് ഉണ്ടാവില്ലേ എന്നുള്ളത്? തീർച്ചയായിട്ടും ഒരു നേതാവിൻ്റെ നിലപാടുകൾ താഴെ അതിൽ വിശ്വാസികളെ, അതിൽ താഴെയുള്ളവരെ മുഴുവനും ബാധിച്ചില്ലെങ്കിലും സ്വാധീനിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. നേതൃത്വത്തിലുള്ളവർ ബുദ്ധിയില്ലാത്തവരല്ല, ഒരു ബുദ്ധിയുള്ളവരാണ്. ഈ ഒരു രീതിയിലേക്ക് സമൂഹത്തിൻ്റെ ചിന്തകളെ പാകപ്പെടുത്തിയെടുക്കാനുള്ള സോഷ്യൽ എൻജിനീയറിംഗ് ടൂൾസ് ഇവരുടെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുമുണ്ട്. എന്താണ് പറയുന്നത്, നമ്മളിപ്പോൾ ഇവരുടെ കൂടെ കൂടിയില്ലെങ്കിൽ ഇവർ വന്ന് നമ്മളെ തകർക്കും. ഒരു ശത്രുവിനെ അപ്പുറത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും. ഒരാളുടെ സഹായം തേടുമ്പോൾ ആ സഹായം തേടാൻ കാരണമായിട്ടുള്ള ഒരു ശത്രു ഇപ്പുറത്തുണ്ട് എന്ന് കുറെ ആളുകളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ സാധൂകരണം ഉണ്ടാവുകയാണ്. അതാണ് കാസയുടെ വളർച്ചയ്ക്ക് കാരണം. കാസ എങ്ങനെയാണ് വളർന്നത്? ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ നിങ്ങളെ വിഴുങ്ങിക്കളയും, ഇവരെ പേടിക്കണം, ഇവർ നിങ്ങളുടെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകും, അവർ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മുഴുവൻ കൊണ്ടുപോകും, ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. ഈ ഭയത്തിൽ നിന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? കാസ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ കാസ ഇത് നിരന്തരം പല കാര്യങ്ങളിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് ആരാണ് രക്ഷകൻ? ഇനി ക്രിസ്തുവല്ല, മോദിയാണ് രക്ഷകൻ. അതുകൊണ്ട് ക്രിസ്തുവിനെ വിട്ട് നമ്മൾ ആരുടെ കൈ പിടിക്കണം? മോദിയുടെ കൈ പിടിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ നേരിട്ട് പറയുന്നില്ലെങ്കിലും പല രീതിയിലൂടെ പറയുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം അതുകൊണ്ട് ഈ നിലപാടുകൾ ക്രിസ്ത്യാനികളെ സ്വാധീനിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. തൃശ്ശൂർ ഒരു ഉദാഹരണമാണ്. അതെ, തൃശ്ശൂർ അതിന് പിന്നിൽ കുറേ എന്താ പറയുന്നത്, അടുക്കള രഹസ്യങ്ങളുണ്ട്. അതിന് പിന്നിൽ കുറേയേറെ ബാക്ക്ഗ്രൗണ്ട് വർക്കുണ്ട്. BJP അതിലേക്ക് എത്തിയത് പെട്ടെന്നൊന്നുമല്ല. അതുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്തത്. ചില നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സഹായിച്ചപ്പോൾ അവിടെ ചില ഡീലുകൾ വന്നിരിക്കാം. ആ ഡീലുകളുടെ ഒരു ഭാഗമായിരിക്കാം അദ്ദേഹത്തിൻ്റെ വിജയം, സുരേഷ് ഗോപിയുടെ വിജയം. സുരേഷ് ഗോപി അദ്ദേഹം നല്ലൊരു നടനാണ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ കേരളത്തിലെ ഒരു നടന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്ങനെ അവരുടെ മനസ്സിനെ സ്വാധീനിക്കണമെന്ന്. അതുകൊണ്ട് അദ്ദേഹം അവിടുത്തെ പള്ളികളിൽ നിരന്തരം സന്ദർശിച്ചു, അവിടെ മാമുദീസയ്ക്ക് പോയി, ചടങ്ങുകളിൽ പങ്കെടുത്തു, ലൂർദ് മാതാവിൻ്റെ തലയിൽ കൊണ്ട് കിരീടം വെച്ചു, ഓശാനയ്ക്ക് അദ്ദേഹം കുരുത്തോലം പിടിച്ച് നടന്നു. എന്നിട്ട് അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചെയ്തു. അതോടൊപ്പം തന്നെ അവിടുത്തെ സഭയുടെ ഭാഗത്ത് നിന്ന്, നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ പല കാര്യങ്ങളും ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, ഈ സംഭവം നടന്ന എപ്പോഴാണ്? നമ്മുടെ മണിപ്പൂരിലെ ഇഷ്യൂവിന് പിന്നാലെയാണ് ഈ ഇലക്ഷൻ നടക്കുന്നതെന്ന് വിചാരിക്കണം. ഇതൊക്കെ അദ്ദേഹം ചെയ്തു. ഇപ്പോൾ ഇപ്പം ഈ ഛത്തീസ്ഗഡിലെ പ്രശ്നം നടന്നിട്ട് ഈ സിസ്റ്റേഴ്സിനെ അന്യായമായി അറസ്റ്റ് ചെയ്തിട്ട് വളരെ ഗൗരവതരമായിട്ടുള്ള വകുപ്പുകളാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, BNS 143, അതുപോലെ തന്നെ അവിടുത്തെ ആന്റി കൺവേർഷൻ ലോ അനുസരിച്ച് 4ാം വകുപ്പ് അനുസരിച്ച് മതപരിവർത്തന നിയമം, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഈ പാവം സിസ്റ്റേഴ്സിനെ ജയിലിൽ അടച്ചിട്ട് ആ പ്രദേശത്തുള്ള MP കമാന്നൊരക്ഷരം വേണ്ടിയോ അതായത് എവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഇവിടേക്ക് ഉള്ളിൽ ഇരിപ്പ് എന്ന്. അപ്പോഴാണ് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞതുപോലെ ധൃതരാഷ്ട്ര ആലിംഗനമാണ് ഇതൊക്കെ. അപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു മന്ത്രി കൂടിയുണ്ട്, ന്യൂനപക്ഷകാര്യ മന്ത്രി, സഹമന്ത്രിയായ ജോർജ് കുര്യൻ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൂടി നമുക്ക് പറയേണ്ടതല്ലേ? യെസ്, ജോർജ് കുര്യൻ്റെ ഇന്നലത്തെ പ്രസ്താവന വളരെ ബാലിശമായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറയുകയാണ് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ വരണം. അതായത് അദ്ദേഹം പറഞ്ഞു വരുന്ന ഇവിടുന്ന് ബിഷപ്പുമാർ വന്ന് എൻ്റെ അടുത്ത് വരണം, അല്ലെങ്കിൽ ബിഷപ്പുമാർ അവിടെ ജയിലിൻ്റെ അവിടെ വരണം, അല്ലാതെ വരേണ്ട ആരല്ല, കോൺഗ്രസ്സുകാരോ മാർക്സിസ്റ്റുകാരോ അല്ല. അങ്ങനെ നമ്മൾ കണ്ട കോൺഗ്രസ് അവിടെ ചെന്ന ആരാണ്? MP-മാർ, MLA-മാർ. ഈ MP-മാരും MLA-മാരും ആരാണ്? ജനപ്രതിനിധികളാണ്. എൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്വം
രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ എൻ്റെ പ്രഥമ ഉത്തരവാദിത്വം എൻ്റെ നാട്ടിലെ ജനപ്രതിനിധിക്കാണ്. ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ ജനപ്രതിനിധിക്കാണ് പ്രഥമ പരിഗണന. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ പറയുകയാണ് ഇദ്ദേഹം അല്ല ഉത്തരവാദി എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രവർത്തിക്കുന്ന തത്വശാസ്ത്രം എന്താണ്? അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഛത്തീസ്ഗഡിലെ ആ ജയിലിൽ ചെന്നപ്പോൾ അവിടെ ആദ്യം എൻട്രി കൊടുത്തത് ജനപ്രതിനിധികൾക്കല്ല, BJP ഈ പാർട്ടി ഘടകത്തിൽ നിന്ന് ഇവിടുന്ന് അയച്ച അതായത് റെപ്രസെന്റേഷനാണ്, പ്രതിനിധികൾക്കാണ്, ഇവർക്കല്ല കൊടുത്തത്. ഇതിലൂടെയൊക്കെ ഈ ജോർജ് കുര്യൻ ബഹുമാനപ്പെട്ട മന്ത്രി എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഇവരാണ് വരേണ്ടിയിരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താധാരയിൽ, വിചാരധാരയുടെ ധാര അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് അദ്ദേഹം ഇപ്പോൾ തന്നെ ഒരു മതരാജ്യ സങ്കല്പത്തിലേക്ക് വന്നിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടി, അതായത് ജനപ്രതിനിധികളെക്കാൾ ഇവിടെ പ്രധാനപ്പെട്ടത് ആരാണ്? മത മേധാവികളാണ് എന്നുള്ളതാണ്. ബിഷപ്പുമാരല്ലല്ലോ അവിടെ ചെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടുത്തെ ഗവൺമെന്റ് അന്യായമായി ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന ഈ വകുപ്പുകൾ ഒഴിവാക്കാൻ പറയേണ്ടത് ആരാണ്? ആദ്യം പറയേണ്ടത് ആരാണ്? ഈ അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു മന്ത്രിയായി ജോർജ് കുര്യനല്ലേ. അദ്ദേഹം പറഞ്ഞത് ഒരു രാഷ്ട്രീയമായ വിവരക്കേടാണ്, അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള നിരക്ഷരതയുമാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്ന പാർട്ടിയാണ് കേരളത്തിന്റെ ഘടകം. പ്രസിഡന്റ് അക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കേരള ഘടകം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എനിക്ക് തോന്നുന്നത് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ BJPയും സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് തീർത്തും വിപരീതമായിട്ടുള്ള ഒന്നാണ്. അതായത് ഇവർക്കെതിരെ എടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ള കേസുകളല്ല എന്നാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്, മാധ്യമങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഈ BJP ഛത്തീസ്ഗഡ് ഘടകവുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും എന്നാണ്. ഈ രണ്ട് തരത്തിലുള്ള നിലപാടുകളാണ് രണ്ട് BJP ഘടകങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അതിന് അനുമതി കൊടുക്കുന്നുമില്ല. ഈ ഒരു നിലപാടുകൾ അതിനെ കൂടി നമ്മൾ കണക്കിലെടുക്കുന്നത്, അതിനെക്കൂടി ചർച്ച ചെയ്യേണ്ടതല്ലേ? എന്ത് തരം നിലപാടാണ് ഇക്കാര്യത്തിൽ ഇവർ സ്വീകരിക്കുന്നത്? ഇതിനെ നമ്മൾ പച്ച മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയും. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ ഇരയോട് കൂടെ ഓടുകയും വേട്ടക്കാരൻ്റെ കൂടെ ആക്രമിക്കാൻ വരികയും ചെയ്യുന്ന നിലപാടാണ്. നമ്മൾ ആദ്യം പരിഗണനയ്ക്ക് എടുക്കേണ്ടത് ആ സ്ഥലത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. ആ മുഖ്യമന്ത്രിയുടെ നിലപാട് എക്സിലൂടെ, അതായത് നമ്മുടെ ഇപ്പോൾ ട്വിറ്ററിൽ എക്സിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? വളരെ ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മനുഷ്യക്കടത്താണ്, ഇവിടുത്തെ നിയമത്തിന് വിരുദ്ധമാണ്, നമ്മുടെ ഇവിടുത്തെ പെൺകുട്ടികൾ, ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോഴാണ് ഇവിടെ BJP അധ്യക്ഷൻ പറയുന്നത് അത് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഉറക്കെ പറയാനും അവർ ചെയ്ത് തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം ഇദ്ദേഹത്തിനുണ്ടോ? ഇല്ല. ഇതൊക്കെ തൊട്ടുമുമ്പ് പറഞ്ഞ രീതിയിലാണ്. ആലിംഗനം ചെയ്യണം, ധൃതരാഷ്ട്ര ആലിംഗനത്തിന്റെ മറ്റൊരു രൂപമാണ് രാജീവ് ചന്ദ്രശേഖർ, ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റ് പറയുന്നത്. അത് കുറച്ച് പഞ്ചസാരയിൽ പൊതിഞ്ഞു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് BJPയുടെ ആശയം എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു തത്വശാസ്ത്രം അനുസരിച്ച് ഏതൊരു സമൂഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഒരു ക്രിസ്ത്യാനി പ്രവർത്തിക്കേണ്ടത് ക്രിസ്തുവിന്റെ തത്വശാസ്ത്രം അനുസരിച്ചായിരിക്കണം. BJPയുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഗോൾവാൾക്കറുടെ വിചാരധാരയാണ്. വിചാരധാരയിലെ ആഭ്യന്തര ശത്രുക്കളിൽപ്പെട്ടതാണ് മുസ്ലിംസും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ. അവരാണ് വരുന്നത്, ആഭ്യന്തര ശത്രുക്കളിൽ വരുന്നതാണ്. ഈ ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള വിവിധ തരത്തിലുള്ള നയപരിപാടികളാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത്. 12 സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ആന്റി കൺവേർഷൻ ലോ ഉണ്ട്. ഈ സംസ്ഥാനത്തെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഛത്തീസ്ഗഡിലെ അവിടുത്തെ SC/ST വിഭാഗക്കാർ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടുത്തെ സർപഞ്ച്, അവിടുത്തെ പഞ്ചായത്ത് അധികാരിക്ക് ലെറ്റർ കൊടുക്കണം പോയി. അങ്ങനെ കൊടുത്താലേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. 19 വയസ്സുള്ള പെൺകുട്ടികൾ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ BJPയുടെ നിലപാടുകൾ എപ്പോഴും ഇരട്ടത്താപ്പാണ്. ഈ ദിവസങ്ങളിലൊക്കെ അവരുടെ ഒരു പ്രസ്താവനകൾ എനിക്ക് വളരെ ജുഗുപ്സയോടുകൂടി ഞാൻ കാണാറുള്ളത്. ആ വാക്ക് ക്ഷമിക്കുക, ദയവായി ക്ഷമിക്കുക. അവർ പറയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, അവരുടെ വീടുകളിലാണ് ഞങ്ങൾ പോകുന്നത്, അവർക്കാണ് കേക്ക് കൊടുക്കുന്നത്, അവരുടെ ബിഷപ്സ് ഹൗസുകൾ സന്ദർശിക്കുന്നത്. ഇതിൽ പരം ഒരു രാഷ്ട്രീയ അശ്ലീലം, ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു, രാഷ്ട്രീയ അശ്ലീലമാണത്. ഇവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ട് വേണ്ടേ? മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടേ? മതമില്ലാത്തവർ, അങ്ങനെ മനുഷ്യരിവിടെ ഇല്ലേ? മതമില്ലാത്ത മനുഷ്യരില്ലേ? അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാജ്യത്തെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ വായിൽ നിന്ന് വരുന്ന പൊളിറ്റിക്കൽ വൾഗറാണ് ഈ പറയുന്നത്. അതായത് ക്രിസ്ത്യാനികളുടെ വോട്ട്, ക്രിസ്ത്യാനികൾ ഞങ്ങൾ കൂടെ നിർത്തും,
അപ്പോൾ ക്രിസ്ത്യാനികളെ മാത്രം നിർത്തുക എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ അത് സ്വീകരിച്ച് അതിൻ്റെ അർത്ഥം എന്താ, അവർക്ക് വേറെ കുറച്ച് പേരെ വേണ്ട എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നിങ്ങളെ വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേരെ വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെ ആ സഹോദരങ്ങളെ വേണ്ടാതെ ഞങ്ങളെ മാത്രം സ്വീകരിക്കുന്നവർ കൂടെ പോകാൻ ക്രിസ്ത്യാനി തയ്യാറാവും, അക്ഷരജ്ഞാനമുള്ള ക്രിസ്ത്യാനി തയ്യാറാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഈ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കാസയുടെ ഒരു വരവിനെ കൂടി നമുക്ക് വീണ്ടും ഒന്ന് പരിശോധിക്കാം എന്ന് തോന്നുന്നു. ഈ കാസ സഭയിൽ വരുന്നത് അത് ഏത് തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്? അത് RSSൻ്റെ അല്ലെങ്കിൽ അതുപോലെ RSSുമായി അഫിലിയേറ്റ് ചെയ്ത കക്ഷികളുടെ ഒരു സ്വാധീനത്തിലാണോ അത് വരുന്നത്? എങ്ങനെയാണ് സഭയിലേക്ക് ഇവർ ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഈ ഒരു വിഷയത്തെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ കുറച്ചും കൂടി വർഷം പിന്നോട്ട് പോകും. നമ്മുടെ കേരളത്തിൽ ഒരു മതപരമായിട്ടുള്ള ഒരു റിവലറി ഇവിടെ വളരുന്നുണ്ടായിരുന്നു. പല ഘടകങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ വിഭാഗങ്ങൾക്കും അതിൽ പങ്കാളിത്തമുണ്ട്. കരിസ്മാറ്റിക് പ്രസ്ഥാനം കേരളത്തിൽ വളർന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ആത്മീയ നവീകരണത്തിന് കുറേ ഫലങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. അപ്പോഴൊക്കെ നമ്മൾ ചില ധ്യാന ഗുരുക്കന്മാരെങ്കിലും അന്യമത വിദ്വേഷപരമായിട്ടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടുമല്ല, അന്യമത വിദ്വേഷം പറഞ്ഞാൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ചിലരൊക്കെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു, യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നതാണ്, നല്ല കാര്യം, അങ്ങനെ വരട്ടെ. പക്ഷെ വന്നവരുടെ പലരുടെയും പ്രഭാഷണങ്ങൾ അവർ വന്ന മതത്തിനെ അപഹസിക്കുന്നതായിരുന്നു. ഇസ്ലാമിൽ നിന്നും വന്നിട്ടുണ്ട്, ഹൈന്ദവയിൽ നിന്നും വന്നിട്ടുണ്ട്. ചിലരൊക്കെ വലിയ നല്ല പ്രഭാഷകരായിരുന്നു. ആ പ്രഭാഷകർ മുഴുവനും പ്രഭാഷണത്തിലൊരു പ്രധാന ഒരു ഭാഗം ഈ ഹിന്ദു മതത്തിൻ്റെ എന്താ പറയുന്നത് ശരിയല്ല തെറ്റുകളെ പറ്റിയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് വന്നവർ യഥാർത്ഥത്തിലൊരു അത് പാടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാം സമൂഹത്തിലെ പ്രധാന വിഭാഗമൊന്നുമല്ല. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പം മുജാഹിദ് ബാലുശ്ശേരി, MM അക്ബർ ഇതുപോലെയുള്ളവർ നടത്തിയ ഈ സോഷ്യൽ മീഡിയ, അപ്പോഴാണ് സോഷ്യൽ മീഡിയ ശരിക്കും വളർന്നത്. ആദ്യകാലത്തൊക്കെ ഇത് പ്രസംഗങ്ങൾ എവിടെ ഉണ്ടായിരുന്നുള്ള ഒരു ഹോളിൽ നടക്കുന്ന പ്രസംഗങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ, അങ്ങനെ കുറച്ച് പേരുണ്ട്, അങ്ങനെ ആളുകൾ വളരെ ഭീകരമായിട്ട് വളരെ മോശമായിട്ട് ക്രിസ്ത്യാനിറ്റിയും ഹൈന്ദവ മതത്തെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് അവരുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുകയാണ്. അത് ക്രിസ്ത്യാനികൾ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം. അത് കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞൊരു സംഭവമാണ്. അന്ന് അതിൽ വേണ്ട രീതിയിൽ പ്രതികരിക്കുക പോലും അന്നത്തെ കേരളീയ സമൂഹം ചെയ്തില്ല, സഭയും ചെയ്തില്ല. സഭയും എന്തോ രീതിയിലുള്ള ഒരു നിശബ്ദത ആ കാര്യത്തിൽ പാലിച്ചു. അദ്ദേഹത്തിൻ്റെ അറ്റുപോയ കൈകൾ, അറ്റുപോയ ഓർമ്മകൾ അല്ലേ പുസ്തകത്തിൽ അത് എല്ലാം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ RSSൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വന്നിരിക്കുന്ന മറ്റ് ഘടകങ്ങൾ, അതായത് ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നവരാണ് എന്നൊക്കെയുള്ള പ്രശ്നം, അങ്ങനെ മതങ്ങൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിന് ഇവിടെ ഒരു ഭംഗം വന്നിരുന്നു കേരളത്തിൽ. ഇതൊരു വസ്തുതയാണ്. ആ സമയത്താണ് പല പ്രണയങ്ങളെയും അത് ലവ് ജിഹാദായിട്ട് വ്യാഖ്യാനിച്ചത്. അതുപോലെ തന്നെ ഈ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പെരുമാറ്റങ്ങൾ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള പെരുമാറ്റങ്ങൾ, ശരിയല്ലാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊന്നും മുസ്ലിംസിനെ മുഴുവൻ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഘടകമാണ്, നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം. ഇൻഡിവിജ്വൽ കേസസ് ആണ്. ഇപ്പോൾ ആ രീതിയിൽ നമ്മളത് കാണേണ്ടതുള്ളൂ. അപ്പം അതാണ്. അപ്പം ഈ ഒരു സാഹചര്യം, അതായത് ബുദ്ധിസത്തിനും ജൈനിസത്തിനും വളരാനായിട്ട് അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം കാരണമായി എന്ന് പറയുന്ന പോലെ തന്നെ ചില പശ്ചാത്തലങ്ങൾ ഈ കാസയ്ക്ക് ഒരു എന്താ പറയുന്നത് അനുകൂല സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അനുകൂല സ്പേസ് ഇവിടെ ഉണ്ടായി. ഈ അനുകൂല സ്പേസിനെ ആ കോവിഡ് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും വീട്ടിലായിരിക്കും. ഈ സോഷ്യൽ മീഡിയയിലൂടെ ഹേറ്റ് ക്യാമ്പയിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടത്തിലാണ് ഈ കാസയൊക്കെ ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ മുതലാക്കിക്കൊണ്ട് ഈ നേതൃത്വത്തിൻ്റെയൊക്കെ കുറച്ച് അറിവോടുകൂടി മൗന അനുവാദത്തോടും കൂടിയൊക്കെയാണ് കാസ രൂപീകരിക്കുന്നത്. ഈ കാസയുടെ രൂപീകരണം ചില ബിഷപ്പുമാർക്കും ചില വൈദികർക്കും പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചൊരു വൈദികൻ പിന്നീട് ഈ കാസയെ തള്ളി പറഞ്ഞുകൊണ്ട് ലേഖനമൊക്കെ എഴുതിയുണ്ട്. കാരണം കാസ ഒരിക്കൽ നമ്മുടെ ഇവിടുത്തെ വളരെ പുണ്യപ്പെട്ട പിതാവിനെ, അതായത് നമ്മുടെ
വിഴിഞ്ഞം ഇഷ്യൂവിൻ്റെ പേരിൽ പ്രതികരിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ ബിഷപ്പ്, ആർച്ച് ബിഷപ്പ് സൂസ പാക്യത്തെ വളരെ മോശമായിട്ട് രാജ്യവിരുദ്ധനായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് കാസ ലേഖനമൊക്കെ എഴുതിയപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഒരു വൈദികൻ മുന്നോട്ട് വരികയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു സാമൂഹിക, ഇതെല്ലാം കൂടെ കൂട്ടി വേണം നമ്മൾ ഇതിനെ വായിക്കാനായിട്ട്. അപ്പം ഇത് വന്നു. പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വന്ന ചില ഭീതികൾ. മുസ്ലിം സമൂഹം വളരുന്നത് നല്ല കാര്യമല്ലേ? എല്ലാ സമൂഹവും വളരണം, അവർ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ നല്ല കാര്യമാണ്. ഈ വളർച്ച അവിടെ വരുന്നു. അതോടൊപ്പം തന്നെ അതുവരെയും വളർന്നു നിന്നിരുന്ന ക്രൈസ്തവ സമൂഹം വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് വളർന്ന സമൂഹത്തിൻ്റെ അത് താഴേക്ക് പോകുന്ന പോലെ തോന്നി, അവർ വളരുന്നത് പോലെ തോന്നി. അപ്പോൾ ഉണ്ടായ ചില ഭീതിയും അസൂയ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇതിലെയൊക്കെ ഈ ഭീതിയെയും കാര്യങ്ങളെയും ഒക്കെ ചില കൂട്ടർ വളരെ നന്നായിട്ട് മുതലെടുത്ത് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തി, ഒരു സ്പേസ് ഉണ്ടാക്കി. ഈ പറഞ്ഞ കാസയ്ക്ക് ഈ സ്പേസിലേക്കാണ് ആര് ഞൊഴിഞ്ഞു കയറിയത്? സംഘപരിവാർ ഞൊഴിഞ്ഞു കയറിയത്. ഇവിടെയുള്ള ചില സംഘടനകളെ അവർ ദത്തെടുത്തു, വേണ്ട സപ്പോർട്ട് കൊടുത്തു, ഫണ്ടിങ് കൊടുത്തു. അങ്ങനെ കാസ പോലെയുള്ള ഇനിയും ഗ്രൂപ്പുകളുണ്ട്. ഞാൻ അതിനെല്ലാം പേര് പറഞ്ഞ് അവർക്കും കൂടി പരസ്യം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചാണ് പറയാത്തത്. കാസ അതിൽ ഒന്ന് മാത്രമാണ്. അങ്ങനെ കാസയ്ക്ക് വേരോട്ടമുണ്ടായി. ഇങ്ങനെയുള്ള ഹേറ്റ് ക്യാമ്പയിനിലൂടെ കുറേ വീടുകളിലും അവർ ഞൊഴിഞ്ഞു കയറിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, ചുരുങ്ങിയത് ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും, ഇതൊരു ശരിയായ കണക്കൊന്നും ആയിരിക്കണമെന്നില്ല, അതിലും കാസയോട് അനുകൂലമുള്ള കുറേ ആളുകളിൽ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട്, ക്രൈസ്തവ സമൂഹത്തിലുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. സമൂഹത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഈ ഒരു മൂല്യം, ആ ഒരു മൂല്യസങ്കല്പം തന്നെ നശിച്ചു പോകുന്നൊരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് RSS ആവശ്യപ്പെടുന്നത് മതേതരത്വം ഈ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ സമൂഹത്തെ സ്വാധീനിക്കുന്നത്? RSSൻ്റെ ശരിയായ ഒരു ബോധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം ഒരു വേദിക് കാലഘട്ടത്തിൻ്റെ ലേക്ക് പോകുക എന്നുള്ളതാണ്. വേദിക് കാലഘട്ടം, അത് ലേറ്റർ വേദിക് കാലഘട്ടം എന്ന് പറയാം. നമ്മുടെ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ആദ്യ വേദിക് കാലഘട്ടം നമ്മുടെ സമൂഹം അത്ര പ്രശ്നമുണ്ടായിരുന്നില്ല. ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കുറവായിരുന്നു. പിന്നീടാണ് ഈ പുരുഷാർത്ഥ അല്ലെങ്കിൽ ഈ വർണ്ണാശ്രമ സിദ്ധാന്തമൊക്കെ വളരെ ശക്തമായി വരുന്നത് ലേറ്റർ വേദിക് കാലഘട്ടത്തിലാണ്. ഈ ലേറ്റർ വേദിക് കാലഘട്ടത്തെയാണ് ഈ RSS എപ്പോഴും പുകഴ്ത്തി പാടുന്നത്. ഇതാണ് അവരെ സംബന്ധിച്ചിട്ടും പ്രിയപ്പെട്ട കാലഘട്ടം. ഈ കാലഘട്ടത്തിലേക്ക് ഭാരതീയ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ആരില്ല? മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, അതുപോലെ തന്നെ ദളിതനും ഇല്ല, ആദിവാസി ഇല്ല. അവരുടെ ഇതിൽ വർണ്ണാശ്രമത്തിന് പുറത്തുള്ളവർ ഇല്ല. ഈ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവരുടെ പ്രഥമമായ ലക്ഷ്യം. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ അവിടെ സെക്കുലറിസത്തിന് എന്താ സ്ഥാനമുള്ളത്? സെക്കുലറിസത്തിന് അവിടെ സ്ഥാനമില്ല. ഇത് എന്ത് രാഷ്ട്രമാണ്? ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ഞാൻ അപ്പോഴും പറയും, ഇവിടുത്തെ ഹിന്ദുസ് ഒരിക്കലും ഈ സിദ്ധാന്തമൊന്നും പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ടില്ല. RSSൻ്റെ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ RSSൻ്റെ ചിന്തകൾ, അവരുടെ അജണ്ടകൾ നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ഹൈന്ദവ സഹോദരങ്ങളും ഓൺ ചെയ്തിട്ടില്ല എന്നതല്ലേ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നന്മ. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ദളിതരും ഒക്കെ ഒരുവിധം സുരക്ഷിതരായിട്ട് ജീവിക്കുന്ന ഇവിടുത്തെ ഈ സഹോദരങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടാണ്, ഏത് RSSൻ്റെ വഴിയെ ചിന്തിക്കാത്തതുകൊണ്ടാണ്. രാഷ്ട്രീയ ബോധ്യം അവർക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധ്യം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സെക്കുലറിസം എന്നുള്ള കാഴ്ചപ്പാട് എടുത്തു കളഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാരതമല്ല. ഇവരുടെ ഭാവനയിലുള്ള ലേറ്റർ വേദിക് കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഭാരതത്തെ പറിച്ചു നടുകയാണ്. ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതുകൊണ്ട് ഈ കാസ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ, ഒരു ക്രൈസ്തവ രാഷ്ട്രീയ നേതാവ്, ആ നേതാവ് ഒരിക്കലും പറയുന്നുണ്ട് നമ്മുടെ രാജ്യം ഹിന്ദു രാജ്യമാണ് ഈ രാജ്യം എന്ന് അദ്ദേഹം പല ആവർത്തി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് കിട്ടാനുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഈ അധികാരത്തിൽ നിന്ന് കിട്ടാനുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് സെക്കുലറിസം, മതേതരത്വം എന്നുള്ള ഒരു കാര്യം ഭാരതത്തിൽ നിന്ന് മാറിയാൽ പിന്നെ ഇത് മതരാഷ്ട്രമാണ്. മതരാഷ്ട്രത്തിൽ ആർക്ക് മാത്രമേ ഇവിടെ പങ്കുള്ളൂ? ആ മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്ക് പങ്കില്ല. ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചിന്താധാരയുടെ പല പ്രതികരണങ്ങളാണ് നമ്മുടെ ഇപ്പോൾ പല സ്ഥലത്തും കാണുന്നത്.
അതാണ് ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലും കാണുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളായിട്ടുള്ള പലരും, ക്രൈസ്തവരായിട്ടുള്ള പലരും ബി ജെ പിയുടെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വരുന്നത്. ഇപ്പോൾ PC ജോർജ് വരുന്നു, ഷോൺ ജോർജ് വരുന്നു, അനൂപ് ആൻ്റണി വരുന്നു, അനിൽ ആൻ്റണി വരുന്നു, ജോർജ് കുര്യനെ പോലെ ഒരാൾ കേന്ദ്രമന്ത്രിയായി വരുന്നു. ഇങ്ങനെയുള്ള പ്രാതിനിധ്യത്തിലൂടെ BJP എന്താണ് ലക്ഷ്യമിടുന്നത്? അധികാരം മാത്രമാണോ? ക്രൈസ്തവരുടെ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് മാത്രമാണോ അവർ ലക്ഷ്യമിടുന്നത്? ക്രൈസ്തവരുടെ ഉന്നമനം അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ്. അവരുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. അവർക്ക് ലക്ഷ്യം ഇവിടെ ഒരു എന്താ പറയുക, കേരളത്തിൽ ഇപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ ഒരു BJP ഭരണത്തിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഇപ്പോൾ അവരുടെ മുന്നിലുള്ളൂ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നോക്കിക്കേ RSSന്റെ പല പ്രധാനപ്പെട്ട പരിപാടികൾ എവിടെയാണ് നടക്കുന്നത്? കേരളത്തിലാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ജ്ഞാനസഭ ഇവിടെ നടത്തി. വൈസ് ചാൻസലർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വൈസ് ചാൻസലർമാരൊരു ബൃഹത്തായ ഒരു മീറ്റിംഗ് നടത്തി. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ജ്ഞാനസഭ ഇവിടെ നടത്തി. സർസംഘ് ചാലക് ബഹുമാനപ്പെട്ട മോഹൻ ഭഗത് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ എത്ര തവണ സന്ദർശിച്ചു. പ്രധാനമന്ത്രി എത്ര തവണ ഇവിടെ സന്ദർശിച്ചു. അവരുടെ പ്രധാനപ്പെട്ട നേതാവ് അമിത്ഷാ എത്ര പ്രാവശ്യം സന്ദർശിക്കുന്നു. അവരെല്ലാം ഇവിടെ ഇത്രയും തിരക്കുള്ള ആഭ്യന്തരമന്ത്രി ഇവിടുത്തെ ബിഷപ്പ് ഹൗസുകൾ കയറുന്നു, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെന്ന് സ്ഥാനങ്ങൾ കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒറ്റ പൊളിറ്റിക്കൽ ലക്ഷ്യമുള്ള ഇമ്മീഡിയറ്റ് പൊളിറ്റിക്കൽ എയിം എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണം പിടിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ പിന്നീട് അവർ ചെയ്തോളൂ. പ്രഥമ ലക്ഷ്യം കേരളത്തിലെ ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അതിനെ ക്രിസ്ത്യാനികളെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക. ക്രിസ്ത്യാനികളെ ടൂളായിട്ട് ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പമാർഗം അവരുടെ നേതൃത്വത്തെ കൈക്കലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കിക്കേ. ജോർജ് കുര്യൻ പഴയ കാലം തൊട്ടേ RSSലൂടെ അദ്ദേഹത്തിന് ആ പാർട്ടിയോട് കൂറുള്ള ആളാണ്, അതിൽ വളർന്നയാളാണ്. ഓക്കെ, ഞാനത് അദ്ദേഹത്തെ മാറ്റി നിർത്തും. ബാക്കി അതിലേക്ക് ചെന്നിട്ടുള്ള PC ജോർജ്, അദ്ദേഹം ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചിട്ടുണ്ട്? കേരളത്തിൽ അദ്ദേഹം ഇനി പ്രവർത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടി ബാക്കിയുണ്ടോ? അദ്ദേഹം ത്തിൻ്റെ രാഷ്ട്രീയ ഹിസ്റ്ററിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ, അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷയും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണ്. നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം എതിരാളികൾ എന്ന് പറഞ്ഞാൽ അത് മറ്റു ആളുകളെ പറ്റി പറയുന്ന കാര്യങ്ങൾ ശരിക്കും അദ്ദേഹം വിദ്വേഷം, വെറുപ്പിനെ വിതയ്ക്കാനായിട്ടാണ് ഇപ്പോൾ ഓരോ ദിവസവും പരിശ്രമിക്കുന്നത്. അദ്ദേഹം അവിടെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ ആ നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിഭാഗം പേരും മുസ്ലിം സഹോദരങ്ങളായിരുന്നു. അദ്ദേഹത്തെ ജയിപ്പിച്ചിരുന്ന മുസ്ലിം സഹോദരങ്ങളായിരുന്നു. അവരെപ്പറ്റി ഇത്രകാലം അദ്ദേഹത്തിന് ഒരു പരാതിയില്ലായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് പരാതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് തികച്ചും അവസരവാദപരമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ, ഇവരൊന്നും RSSന്റെ വിചാരധാര വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ ആശയാദർശങ്ങളിൽ ആകൃഷ്ടരായിട്ടോ നരേന്ദ്രമോദിയുടെ നയപരിപാടികളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിൽ ആകൃഷ്ടരായിട്ടോ ഒന്നും ചേർന്നവരിക്കുന്നതല്ല. എന്തെങ്കിലുമൊക്കെ അധികാരത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പോകുന്നവരാണ്. അവരെത്ര കാലം അവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയത്തില്ല. ഈ തൊട്ട് മുമ്പ് നമ്മൾ അതോട് ചേർത്ത് പറയുന്ന കാര്യമാണ്. ഇപ്പം ഉപരാഷ്ട്രപതിയായിരുന്ന ധൻകർ, അദ്ദേഹം 3 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് മാറി. അദ്ദേഹമൊക്കെ എങ്ങനെ കയറി ചെന്താവിടെ? അദ്ദേഹം BJPക്കാരനൊന്നും ആയിരുന്നില്ല. അപ്പം ഇങ്ങനെ ചെല്ലുന്നു. അപ്പം അവർക്ക് അനഭിമതനാണ് എന്ന് തോന്നുമ്പോഴത്തേനും അവർ ഒഴിവാക്കുന്നു. കേരളത്തിലെ AK ആന്റണിയുടെ മകൻ, കേരളത്തിലെ AK ആന്റണിക്ക് ഉള്ള ഒരു സ്ഥാനം വളരെ വലുതാണ്. കേരളത്തിലെ ഒരു സാധാരണക്കാരുടെ, അത് കോൺഗ്രസ്സുകാരുടെ മറ്റു മനുഷ്യരുടെയും ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അപ്പുറത്ത് പോയത് എന്തെങ്കിലും തരത്തിലുള്ള ആശയപരമായിട്ടുള്ള യോജിപ്പ് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഷ്ട്രീയമായ ആനുകൂല്യങ്ങൾ തേടിപ്പോയവരാണ്. ഈ തേടിപ്പോയവരൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നാസി ജർമ്മനിയിൽ ഹിറ്റ്ലറെ പിന്തുണയ്ക്കുന്ന യഹൂദ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. യഹൂദ ഗ്രൂപ്പുകൾ ഇന്നത്തെ ഇവിടുത്തെ കാസെ പോലെയും അല്ലെങ്കിൽ പല കൗൺസിലുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ചർച്ച്, ക്രിസ്ത്യൻ, അങ്ങനെയൊക്കെയുള്ള പല കൗൺസിൽ ഒക്കെ ഉണ്ട്. അവരെ പോലെ അന്ന് ഈ നാസി ഗവൺമെന്റിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന ജ്യൂസിന്റെ സയനിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ സമീപകാലത്ത് സംഭവിച്ചിരിക്കുന്ന, നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മുനമ്പം വിഷയത്തിൽ BJP ഉണ്ടാക്കിയൊരു സ്വാധീനം. വഖഫ് ബില്ല് കൊണ്ടുവന്ന് വഖഫ് നിയമം ആക്കിക്കൊണ്ട് അവിടെ ആ പ്രദേശത്തെ ആളുകളിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഉത്തരേന്ത്യയിലും നോർത്ത് ഈസ്റ്റിലുമൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ, ഈ ഛത്തീസ്ഗഡ് പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു. മണിപ്പൂർ നമുക്കറിയാം.
ഇതൊക്കെ മനസ്സിലാക്കാൻ ഇപ്പോൾ ഫാദർ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു ചെറിയൊരു വിഭാഗത്തിനെങ്കിലും സാധിക്കുന്നുമുണ്ട്. സഭ ഏതെങ്കിലും തരത്തിൽ നിലവിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റാൻ തയ്യാറാകുമെന്ന് കരുതുന്നുണ്ടോ? ഈ മുൻപം വിഷയത്തിൽ വിളവെടുക്കാമെന്ന് BJP വിചാരിച്ചിരുന്നു. പക്ഷെ അമ്പെ പൊട്ടി പാളീസായി. അവർ അവിടെ നന്നായി നില ഉഴുത് വിത്ത് വിതച്ചിരുന്നു. അവർ നിരന്തരമായിട്ടുള്ള പ്രൊപ്പഗാൻഡ നടത്തുകയായിരുന്നു. നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളും ഇവർ കയ്യേറും, അതിൻ്റെ ഒരു ആരംഭം മാത്രമാണിത്, ഇതിനുള്ള എല്ലാ പരിഹാരവും എന്താണ്? വഖഫ് ബില്ലാണ്. അപ്പോൾ വഖഫ് ബില്ല് പാസ്സായാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞു. അതിനുശേഷം കിരൺ റിജിജു, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി, ക്യാബിനറ്റ് മന്ത്രി, അദ്ദേഹം അവിടെ വന്നു. എല്ലാവരും വലിയ ഉത്സവ പ്രതീതിയിലായി. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പൊട്ടിപ്പാളി, 8 നിലയിൽ പൊട്ടിപ്പാളീസായി. അന്ന് വാർത്താ സമ്മേളനം, വാർത്താ സമ്മേളനത്തിൽ അന്നൊരു പത്രലേഖകൻ ചോദിച്ചു, ഇതിൽ ഏത് വകുപ്പ് പ്രകാരമാണ് ഈ മുൻപൻ ജനതയ്ക്ക് ആശ്വാസം ഉണ്ടാകുന്നത്? ഒന്നുമില്ല. അന്ന് ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ അകത്തെ സെക്ഷൻ 2 അനുസരിച്ച് എന്തോ വലിയ കാര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ആ സെക്ഷൻ 2 അത് ഇല്ലീഗലാണെന്ന് സുപ്രീം കോടതി അന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ നമ്മുടെ അറ്റോർണി ജനറലാണ് പറഞ്ഞിട്ടുണ്ട്, ഈ വകുപ്പ് എങ്ങനെ ഇതിൽ കയറി വന്നതെന്ന് അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് കോടതി വിധിയിലൂടെ പോലും വന്ന കാര്യങ്ങളെ ഡിലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വകുപ്പായിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ മുനമ്പത്ത് വലിയ വിളവെടുപ്പ് നടത്താമെന്ന് BJP വ്യാമോഹിച്ചിരുന്നുവെങ്കിലും അത് 8 നിലയിൽ പൊട്ടി. കേരളം കുറേ അത് മനസ്സിലാക്കി. ആ കാര്യത്തിൽ സഭയ്ക്ക് വലിയ മണ്ടത്തരം പറ്റി. ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചതാണ്. സഭ ഒരു പക്ഷേ ഇത്ര വിചാരിച്ചിരുന്നിരിക്കില്ല. ഈ ഒരു പ്രൊപ്പഗാൻഡയിൽ സഭാ നേതൃത്വം വീണുപോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വീണുപോയി എന്ന് പറഞ്ഞാൽ മുഴുവനും അങ്ങോട്ട് അബദ്ധം പറ്റിയെന്നൊന്നും വിചാരിക്കണ്ട. അതിനകത്ത് ബോധപൂർവമായ ചില കാര്യങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം മുൻപം വിഷയത്തിലൂടെ ഇവിടുത്തെ കേരള സമൂഹത്തിൽ BJPക്ക് വലിയ ഒരു സെറ്റ് ബാക്ക് സംഭവിച്ചു എന്നാണ് എൻ്റെ ഒരു പ്രഥമ വിലയിരുത്തൽ. പിന്നെ ഔദ്യോഗികമായിട്ട് സഭ ഒരിക്കലും BJP അനുകൂല നിലപാട് ഔദ്യോഗികമായിട്ട് അവിടെ സ്വീകരിച്ചിട്ടൊന്നുമില്ല. കാരണം സഭയ്ക്ക് എല്ലാ കാലത്തും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതില്ലാത്ത സമൂഹമൊന്നും ആയിരുന്നില്ല ക്രൈസ്തവ സമൂഹം. പക്ഷെ ഇങ്ങനെ ഒരു പരസ്യമായ ഒരു ദാസ്യപ്പണി പോലെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല, ചില ധാർമ്മിക അപജയത്തിൻ്റെ പേരിൽ ധാർമ്മിക ശക്തി കുറഞ്ഞപ്പോൾ വന്ന ഒരു തണൽ തേടിപ്പോയ ഒരു കാര്യമാണിത്. അത് ഒരു രാഷ്ട്രീയമായ ഒരു പരസ്യ പിന്തുണയൊന്നും സഭ എവിടെ ആർക്കും കൊടുത്തിട്ടില്ല. ഇപ്പം അത് കുറച്ചുകൂടി ബോധ്യമായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ കേരള സമൂഹത്തെ, ക്രൈസ്തവ സമൂഹത്തെ നോക്കിക്കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റം വന്നു എന്നാണ് എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത്. ഇപ്പോഴും ഈ കാസ പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അവർ നിശബ്ദരാണ്. അവർ പറഞ്ഞ് എന്തിനാണ് ഈ സിസ്റ്റേഴ്സ് അവിടെ പോയി സേവനം ചെയ്യുന്നത്, ഇവിടെ ചെയ്താൽ പോരെ. അപ്പോൾ അവർ ഇങ്ങനെ ചോദിക്കാതിരുന്നത് എന്തിനാണ് മദർ തെരേസ അവിടെ ചെയ്തത് എന്ന് ഇനി അവർ ചോദിക്കുമായിരിക്കും. അതുകൊണ്ട് ക്രൈസ്തവ പൊതുവെ ചിന്തിക്കുന്നവരിൽ വലിയൊരു മാറ്റം വന്നു. ക്രൈസ്തവ നേതാക്കളുടെ ഇടയിലും മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ, അവരുടെ പ്രസ്താവനകളിലൂടെയും. പിന്നെ എനിക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന കുറച്ച് ഉള്ളിൽ നിന്ന് കിട്ടുന്ന ചില അറിവുകളില്ലേ, അതനുസരിച്ച് മാറ്റം വന്നു എന്ന് നമുക്ക് ധരിക്കാം. അപ്പോഴും മുൻപ് വന്നിരിക്കുന്ന ഇപ്പോൾ ഒരു ബിഷപ്പിൻ്റെ നാവിൽ നിന്നാണ് നാർക്കോട്ടിക് ജിഹാദ് പോലൊരു വാക്ക് വന്നത്. അതിന് ഈ കാസ പോലുള്ള സംഘടനകളുടെ ഒരു സ്വാധീനം പ്രകടവുമായിരുന്നു. അങ്ങനെ ഒരു ആശങ്ക എന്തായാലും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. ഒരു സമൂഹത്തിൻ്റെ മേലെ ഒരിക്കലും ഒരു മതത്തെയും അല്ലെങ്കിൽ ഒരു സമൂഹത്തെയും നമ്മൾ ഒരിക്കലും ഒരു ക്രൈമിൻ്റെ അംബാസിഡേഴ്സായിട്ട് ബ്രാൻഡ് ചെയ്യരുത്. അതൊരു തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്റ്റാണ്. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആരും പറയരുത്, നാളെയും പറയരുത്. ഇത് സമൂഹത്തിൽ എല്ലായിടത്തും നടക്കുന്നതാണ് ഈ ബ്രാൻഡിങ്. ഇപ്പം റോഹിംഗ്യൻ മുസ്ലിംസ് പ്രശ്നക്കാരാണ് എന്ന് ബ്രാൻഡ് ചെയ്തേക്കാണ്. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യണം, രാജ്യത്ത് നിന്ന് മാറ്റണം. ജ്യൂസ് പ്രശ്നക്കാരാണെന്ന് നാസികൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് അർമേനിയൻ ക്രിസ്ത്യൻസ്, അർമേനിയൻ വംശജർ, അതിൽ ക്രിസ്ത്യാനികൾ കൂടുതലുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് അസീറിയൻ ക്രിസ്ത്യൻസിന്, ഇവർ പ്രശ്നക്കാരാണ്. അപ്പം ഏത് സമൂഹത്തെയും നമ്മൾ അങ്ങനെ ഒരിക്കലും ബ്രാൻഡ് ചെയ്യരുത്. എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ മതമേലധ്യക്ഷന്മാരും, അത് സാമുദായിക നേതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പ്രസ്താവനകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്ന അപകടം എന്താണ്? അപ്പം മത നേതാക്കന്മാർ അല്ലെ ബിഷപ്സ് അല്ലെ സമുദായ നേതാക്കന്മാർ അവരെവിടെയാണ് താമസിക്കുന്നത്? അവർ സുരക്ഷിതത്തിലാണ് ജീവിക്കുന്നത്.
അവർക്ക് അവരുടേതായ എല്ലാ രീതിയിലുള്ള സുരക്ഷിതത്വം കിട്ടും. എന്നാൽ ഇവിടെ താഴേക്കിടയിലുള്ള സാധാരണ വിശ്വാസികൾ ഇടപഴകിയാണ് ജീവിക്കുന്നത്. എൻ്റെ തൊട്ടപ്പുറത്തുള്ളത് മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരനാണ്, ഇപ്പുറത്തുള്ളത് വേറൊരു മതത്തിൽ വിശ്വസിക്കുന്ന സഹോദരനാണ്. ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ദിവസം 2 പ്രാവശ്യം കാണണ്ടേ? ഒരാളുടെ മുറ്റത്തുകൂടിയല്ലേ എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന്, അങ്ങനത്തെയുള്ള പ്രസ്താവനകൾ ആരും നടത്തരുത്. അത് ശരിയായ ഒരു രീതിയല്ല. നമ്മുടെ ക്രൈമുകളുടെ കണക്കെടുക്ക്, നമുക്ക് ഏതെങ്കിലും പറയാൻ പറ്റും, ഏതെങ്കിലും ഒരു ക്രൈം ഒരു വിഭാഗത്തിന് നമ്മൾ വിധിച്ചു കൊടുത്തിട്ടുണ്ട്? അങ്ങനെയുണ്ടോ? നമുക്ക് വേണേൽ ചില സ്കില്ലുകൾ വേണേൽ പറയാൻ പറ്റും, ചിലവർക്ക് വരെ ചില സ്കില്ലുകൾ ചില സമൂഹത്തിനുണ്ടെന്ന് നമുക്ക് വേണേൽ പറയാൻ പറ്റും. ഇതുവരെ ലോകത്തൊരിടത്തും ഇന്ന ക്രൈം ഇന്നവരാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരിടത്ത് ഒരു പഠനവും ഇല്ല. മനുഷ്യര് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ക്രൈം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന ക്രൈം ഇന്നവരാണ് ചെയ്യുന്നതെന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യുന്നത് അൺസയന്റിഫിക് ആണ്. അതുപോലെ തന്നെ അത് വലിയ അബദ്ധവുമാണ്. തീർച്ചയായും ഇതിൽ തിരിച്ചു വരും, സഭ തിരിച്ചു വരും, സമൂഹവും തിരിച്ചു വരും എന്ന് തന്നെ കരുതാം. തീർച്ചയായിട്ടും സഭ എപ്പോഴും, സഭയ്ക്ക് എല്ലാ കാലത്തും അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ സഭയ്ക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ട്. അതിലെ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് നാസി ജർമ്മനിയുമായിട്ട്, ഹിറ്റ്ലറുമായിട്ട് അന്നത്തെ പോപ്പ് ഉണ്ടാക്കിയ ഒരു കോൺകോർഡാത്ത് ഉണ്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഇത് ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇദ്ദേഹമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചർച്ചിനെയും ചർച്ചിന്റെ പ്രോപ്പർട്ടീസിനെയും എല്ലാം ഞാൻ സംരക്ഷിച്ചോളാം, ഞാൻ സഭയുടെ സംരക്ഷകനാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു. അപ്പം ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഹിമാലയൻ അബദ്ധമാണ് അന്ന് ചെയ്തത്. അതിനുശേഷം ഈ മാർപ്പാപ്പ തന്നെ മനസ്സിലാക്കി ഇത് അബദ്ധമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം അവിടുത്തെ ഉള്ള സാധാരണക്കാരെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്നത്തെ ഒരു ഇടയലേഖനം അദ്ദേഹം ജർമ്മൻ ഭാഷയിൽ എഴുതി അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അവിടെ സാധാരണ അന്നത്തെ കാലത്ത് ലത്തീൻ ഭാഷയിൽ മാത്രമേ എഴുതിയുള്ളൂ. അത് ഒളിച്ചു കടത്തുകയാണ് ചെയ്തത്. അപ്പം സഭയ്ക്ക് മനസ്സിലായി. എന്നിട്ട് 2000 ജോൺ പോൾ II മാർപ്പാപ്പ അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ട്. അപ്പം നമുക്ക് രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ തെറ്റുകൾ പറ്റാം. മനുഷ്യരല്ലേ, ഈ മനുഷ്യരല്ലേ സഭയെ നയിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കാലത്തിന്റെ ചുവരെഴുത്തുകൾ നമ്മൾ കൃത്യമായി വായിക്കാൻ പറ്റുമ്പോൾ നമ്മൾ തിരുത്തുക എന്നുള്ളതാണ്. സഭാ സമൂഹം തിരുത്തും, അല്ലെങ്കിൽ സഭാ നേതൃത്വം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മൃദു സമീപനങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. സഭ എപ്പോഴും നന്മയുടെ പാതയിൽ തന്നെ പൂർണ്ണമായിട്ടും തിരിച്ചു വരും. വളരെ നന്ദി. താങ്ക് യു.